ഹലോ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഹോളി ബുഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു ഗാർഡൻ സെൻ്ററാണ്. ഇത് ആക്ച്വലി ഇത് ലൊക്കേഷൻ ഈസ് സ്റ്റഫോർഡ്ഷെയറിലുള്ള ജംഗ്ഷൻ 11ലാണ്. ഈ ജംഗ്ഷൻ 11 സ്റ്റഫോർഡ്ഷെയറിൽ M6 ഇത് വലിയൊരു ഗാർഡൻ സെൻ്ററാണ്. ഇതിൻ്റെ പേര് ഹോളി ബുഷ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടെ നാച്ചുറലായിട്ടുള്ള ഗാർഡനിൽ നിന്ന് ഇവർ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഓർഗാനിക്കായിട്ടുള്ള തേനുകളും അതുപോലെ എഗ്സ് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് ഈ പുറത്ത്. ഈ കാണുന്നതൊക്കെ ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസാണ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇനി ഇവിടെ വലിയൊരു ഗാർഡൻ സെൻ്ററാണ്. ഇതിൻ്റെ പുറത്ത് പിള്ളേർക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഓരോ കേക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെക്കും. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു ഗാർഡൻസ് ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ വില എന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ 9 പൗണ്ട് 8 പൗണ്ടൊക്കെ വെച്ചുള്ള ഒരു വിലയാണ്. വലിയ വിലയൊന്നുമില്ല ചെറിയ ഐറ്റംസിനൊന്നും. പല തരത്തിലുള്ള പൂച്ചട്ടികൾ. ഇതിന് പേര് 10 പൗണ്ട് ഈ ഒരു ചെടിച്ചട്ടിക്ക്. ഇതിൻ്റെ വില 27 പൗണ്ടാണ്. എന്ത് ടൈപ്പ് ചെടിയാണെന്നറിയത്തില്ല. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ചെടിച്ചട്ടികളും. ഈ ചെടിച്ചട്ടിക്ക് 12 പൗണ്ടായിരുന്നു. റെഡ്യൂസ് പ്രൈസിന് വെച്ചത് 5 പൗണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങോട്ട് കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഗാർഡനിൻ്റെ വലിയൊരു ഗാർഡൻ സെൻ്ററുണ്ട് പുറത്തായിട്ട്, ഔട്ട് സൈഡിലുണ്ട്. ഇവിടെ പിന്നെ ഈ ഗാർഡനിലൊക്കെ വെക്കുന്ന പല ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനൊക്കെ 8 പൗണ്ട് 12 പൗണ്ട് 9 പൗണ്ട് അങ്ങനെ പല റേറ്റിലുള്ള സംഭവങ്ങളാണ്. അത് ഇതിനാണെങ്കിൽ 39 പൗണ്ട്. ഇതൊരു വലിയൊരു സെറ്റാണ്. അങ്ങനെ ഗാർഡനിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഹോളി ബുഷിൽ കിട്ടും. ഇത് അറിയാമല്ലോ, ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റഫോർഡ്ഷെയറിലുള്ള ജംഗ്ഷൻ 11ലാണ് ഇത്. വൂഡ്സാളും വെനസ്ബറിയും ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർഡൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാം. അതുപോലെ ഇവിടെ ഫിഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാനിപ്പം കാണിക്കാം. ഇതറിയാമോ സാധനം? ഇതിങ്ങനെ ഗാർഡനിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന സാധനം. ഇതിന് വില 19 പൗണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തൊരു ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലത്തെ ചിമ്മിനിയൊക്കെ ഇല്ലേ, ചിമ്മിനി അടുപ്പ്, ചിമ്മിനി വിളക്ക് പോലെ ഇരിക്കും. അടുപ്പല്ല, ചിമ്മിനി വിളക്ക് പോലിരിക്കും. പിന്നെ പല ആയുധങ്ങളും കിട്ടും. ഏത് ടൈപ്പ് ആയുധങ്ങൾ വേണേലും ഇവിടെ കിട്ടും. തമ്മിൽ തല്ലാൻ വേണമെങ്കിൽ അതിലൊരെണ്ണം ഉപയോഗിക്കാം. കണ്ടില്ലേ, മാരക ആയുധങ്ങളാണ്. അത് നമ്മളിവിടെ പുറത്തോട്ടിറങ്ങി കാണുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള ചെടികളും റോസും അങ്ങനെ ചട്ടിക്കകത്ത് വെക്കുന്ന ടൈപ്പ് ചെടികളും അങ്ങനെ വിവിധ തരത്തിലുള്ള ചെടികൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ വലിയ സൈസുള്ള ടൈപ്പ് ചെടിയാട്ടോ, കുറച്ച് വളർന്നതാണ്. നല്ല റോസ് നിൽക്കുന്നു. റോസയാണോ ഇതറിയത്തില്ല. ഇത് റോസയാണോന്ന്. റോസിൻ്റെ പൂവിട്ടിരിക്കുന്നു. പക്ഷെ ഭയങ്കര വിലയാണ് എല്ലാത്തിനും. ചില ഐറ്റംസിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ള പോലത്തെ പന ഗൾഫിലൊക്കെ ഉള്ള പോലത്തെ
പനയും ഉണ്ട് ഇവിടെ. ഇപ്പം പന എടുത്ത് വെക്കാം. പക്ഷെ ഇവിടെ ഈ തണുപ്പത്തിൽ പന വെച്ചാൽ കിളുക്കോ ഇല്ലയോ എന്നുള്ള ആരെയും കണ്ടറിയണം. അത് കഴിഞ്ഞോട്ട് വന്ന പ്രതിമകളൊക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റാച്യൂസ്, പ്രതിമകൾ, പല മോഡലുള്ള ഐറ്റംസ്. ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളാണ്. അവിടെ ഈ ബൈക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം. അതിൻ്റെ വില 1200 പൗണ്ടാണ്. ഇതുണ്ട്, ഇത് 139 രൂപയുടെ പ്രതിമ. വേണ്ട വേറൊരു പ്രതിമ നിൽക്കുന്ന. അങ്ങനെ പല ടൈപ്പിലുള്ള പ്രതിമകളുണ്ട്. സിംഹമുണ്ട്, പുലിയുണ്ട്. അങ്ങനെ നമ്മളിതിൻ്റെ അകത്തൊരു സ്ഥലത്തോട്ട് വന്നു, വേറൊരു സ്ഥലത്തോട്ട് വന്നപ്പം കണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കളറും ഒക്കെ ചെയ്ത് പിള്ളേർക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം, ടീ ഒക്കെ കുടിക്കാം. പിന്നെ കളറുണ്ട്, പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ഈ ഇരിക്കുന്ന മുഴുവൻ സാധനമില്ല, അതെല്ലാം അവർ കളർ ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ പ്ലാന്റുകളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഈ ബെഡും ബെഡ്ഷീറ്റും ബെഡ് കവറും എല്ലാം ഉണ്ട്. ഇതിനൊന്നും വലിയ വിലയില്ലല്ലോ, ഇവിടെ നല്ല ഡിസ്കൗണ്ടിന് വിളിക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇതിൻ്റെ വില 65 പൗണ്ടിന് ഇതൊരു ഫുള്ള് ഡുവറ്റാന്ന് തോന്നുന്നു കേട്ടോ. 129 പൗണ്ടായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇതിപ്പോൾ 69 വിൽക്കുന്നു. ഡുവൽ കവർ ഫുള്ളായിട്ട് 12 പൗണ്ടിന് അടിപൊളി സെറ്റായിട്ടുള്ള പില്ലോ 3 പില്ലോ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിന് 12 പൗണ്ട്, അതൊക്കെ ലാഭമാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിന് 45 പൗണ്ട്, ഇതിൻ്റെ റിയൽ പ്രൈസ് 94 പൗണ്ട്. ഇതും ഡുവാൽറ്റാണ്. അങ്ങനെയുള്ള ഇതിന് 25, ഇതിൻ്റെ റിയൽ പ്രൈസ് 35. സൂപ്പർ സോഫ്റ്റ് ഡുവാൽറ്റ്. ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല ഇതിനായിട്ട്, ഇവിടെ നല്ല ലാഭമാണ്. ചില കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ 100 പൗണ്ടും 90 പൗണ്ടൊക്കെ കൊടുക്കണം ഈ ഡുവാൾട്ടിന്. എനിവേ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഓരോ കാഴ്ചകളാണ്. പല പല ചെടികളും ചെടിച്ചട്ടികളും, കുഞ്ഞു ചെടിയും വലിയ ചെടിയും ഒന്നും വേണ്ട, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണെങ്കിൽ ലൈറ്റ്സ്, നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കുന്ന ടൈപ്പ് നല്ല സ്മെല്ല് വരുന്ന ടൈപ്പ് ലൈറ്റ്സുകളാണ്. ഇതങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ള മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടോയ്ലറ്റിലൊക്കെ വെക്കാൻ കൊള്ളാം, നല്ല സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാധനം. അതുപോലെ വീട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ വെക്കാം, നല്ല സ്മെല്ലായ. 18 പൗണ്ട് 99 പെൻസ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നല്ല സ്മെല്ലുള്ള സാധനമുണ്ട്. അതങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ അകത്തുനിന്ന് മണം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഓരോ വേർഡ്സുകളൊക്കെ എഴുതിയ നല്ല നല്ല മാർബിളിൻ്റെ ഐറ്റംസ് അതായി കാണുന്നത്. ഇതിൻ്റെ വില എത്രയായിരുന്നു? 18 പൗണ്ട്. ഇച്ചിരി വില കൂടുതലാണ്. പിന്നെ ഇവിടെ ഓരോ ഗിഫ്റ്റ് സാധനങ്ങൾ, ഗിഫ്റ്റ് കാർഡ് എല്ലാം ഉണ്ട്. പിന്നെ മേളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡേ ഔട്ടിന് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഗാർഡൻ സെൻറ്ററും കണ്ട്, പിന്നെ ഇവിടെ ഫിഷിൻ്റെ വലിയൊരു സംഭവമുണ്ട്. പിന്നെ കുറച്ച് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇതാണ് ഇവരുടെ വലിയ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് നിന്ന് എല്ലാ ഫുഡും കിട്ടും, ജ്യൂസ് കിട്ടും, ഐസ്ക്രീം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് ഇവിടുന്ന് നമുക്ക് നടന്ന് നേരെ ഇവരുടെ ഒരു വേറെ സ്ഥലമുണ്ട്, കുറേ ഈ ഫിഷിൻ്റെയൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോകാം. ഇതൊക്കെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഷൂസും ഉണ്ട് ഇവിടെ. എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ അവർ കൊടുക്കുന്നുണ്ട് ഷൂസുമൊക്കെ. ഫീമെയിലിൻ്റെയും മെന്നിൻ്റെയും എല്ലാ ഷൂസും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാർബിക്യൂൻ്റെ ഐറ്റംസിൻ്റെ ഒരു ഏരിയയിലോട്ടാണ്. ഇഷ്ടം പോലെ വെറൈറ്റി ഉള്ള ബാർബിക്യൂൻ്റെ ബാർബിക്യൂൻ്റെ മെഷീനും കാര്യങ്ങളും. ഇതിന് 199 രൂപ 99 പൈസ അതിന്. അങ്ങനെ ഇത് കുറച്ചുകൂടെ വലുതാണ്. ഇതിന് വേറൊരു ടൈപ്പ്, ഇതിൻ്റെ വില ഇതിന് 299, കുറച്ചുകൂടെ ബിഗ് സൈസാണ്.
അങ്ങനെ ബാർബിക്യൂവിൻ്റെ തിങ്സാണ് അത് ഈ കാണുന്ന കൊച്ചു വലിയൊരു മുറി. അതിൻ്റെ മറ്റുള്ള അത് ഉണ്ടാക്കേണ്ട സാധനങ്ങളും അതിൻ്റെ കരികളും കൽക്കരികളും മറ്റു ചാർക്കോ എന്താ അതിൻ്റെ പേര് പറയുന്നത് അതെല്ലാം ഉണ്ട്. ഇത് കുറച്ചുകൂടെ വരും 499 രൂപ. അതുകൊണ്ട് അപ്പുറം ഇരിക്കുന്ന ഒരു കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരെണ്ണം. അതിന് സൈഡിലെല്ലാം ഇങ്ങനെ വെക്കാം, എല്ലാം ചൂടാക്കണമെങ്കിൽ ഒരു ഗ്യാസ് അടുപ്പ് പോലെ. പിന്നെ ഇത് അപ്പുറം ഇപ്പുറം 2 സൈഡിലും ഒരു 3-4 ബേൺസിലായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഇത് ഉണ്ടാക്കാനും പിടിക്കാനും കുത്താനും കോരാനും ഒക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതേണ്ട ഒരു ഭീമനിരിക്കുന്നു. ഇവൻ്റെ വില 849 രൂപ. വലിയ ഫാമിലിക്കൊക്കെ അടിച്ച് പൊളിച്ച് ബാർബിക്യൂ അടിച്ച് മരിക്കാം. ഇത് കൊള്ളാം കേട്ടോ, ഇതും നല്ല രസമുണ്ട് കാണാൻ. ഇത് പക്ഷേ വീലില്ലാത്ത കേട്ടോ. എങ്ങനെ ഇത് മൂവ് ചെയ്യുന്നറിയത്തില്ല എനിക്ക്. വീല് ഞാൻ കണ്ടിട്ടില്ല. സപ്പോള എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് ചുട്ട് തിന്നാം, അങ്ങനത്തെ ഒരെണ്ണം. ഇത് ഇതുണ്ടല്ലോ ഒരു ചെറുത് പറ്റിയത്. എനിക്ക് തോന്നുന്നത് ഇതാന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ 139 രൂപ. അങ്ങനെ ബാക്കി ഞാനോട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗാർഡനിലെ ചെയറുകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇഷ്ടം പോലെ ഐറ്റംസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കിടക്കാം, കൂടാരം എല്ലാം കെട്ടി ഗാർഡനിൽ തന്നെ അങ്ങ് വേണം താമസിക്കാം. 2300 കൊണ്ട് കൊടുത്താൽ മതി. 2300 നമ്മൾ എത്ര രൂപയായി? 4 കസേരയ്ക്കും ഒരു കൂടാരത്തിനും 2300 ആകുമ്പോൾ രൂപ 2.5-3 ലക്ഷം രൂപയായി. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടൊരു കുഞ്ഞു വീട് വെക്കാം നാട്ടിൽ. അതേ അടുത്ത് വരുന്നു 4 കസേര വേറൊരു കുടയും കൂടെ 999 രൂപ 95 പൈസ. അത്രേ ഉള്ളൂ അതിന്. അതിൻ്റെ വേറെണ്ണം 4 കസേര. അതിന് ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിന് വലിയ വില ഇതില്ല. എത്രയാണ്? 500 സംതിങ്ങാണ്. ഇത് 950 രൂപ കേട്ടോ. ഞാനോർത്ത് മറ്റേ കണ്ടപ്പോൾ 59 ഉണ്ടെന്ന് പറഞ്ഞു. ഇതും 999 രൂപയാണ്. അങ്ങനെ നമ്മളിത് ഇവിടെ നേരെ ഇനി അങ്ങോട്ട് അടുത്ത ഒരു ഏരിയയിലോട്ട് പോകണം. ഇതിങ്ങനെ കിടക്കും കേട്ടോ. ഇത് വലിയൊരു ഗാർഡൻ സെൻ്ററാണ്. ഇതുവരെ ഇത്രയും വലിയൊരു ഗാർഡൻ സെൻ്റർ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കാണാഞ്ഞിട്ടായിരിക്കും. ഇതെൻ്റെ അടുത്തത് ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ചെടിച്ചട്ടികൾ. ഇഷ്ടം പോലെ വെറൈറ്റി ഉള്ള ചെടിച്ചട്ടികൾ. ഇരിക്കുന്ന ചട്ടികൾ empty ആയിട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറയുന്നത് 9 രൂപ 10 രൂപ ഒക്കെ ഈ ഓരോ ചട്ടിക്ക് വില. ഇതിന് 9 രൂപ 99 പൈസ. ചട്ടിയും പൂവും കൂടെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പം ചട്ടിയും പൂവിനൂടെ കൂട്ടി എത്ര 29 രൂപ അത്ര. ഇത് മുഴുവനൂടെ കിട്ടും. ഇത് ഓൾറെഡി അവർ കിളിപ്പിച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന. താഴെ ചട്ടി മാത്രമുണ്ട്. പിന്നെ അപ്പുറം കിളിപ്പിക്കാനുള്ള പൂക്കൾ ഇരിപ്പുണ്ട്. അതിനൊക്കെ വലിയ വിലയില്ല. അതുകൊണ്ട് 1 പൗണ്ട് 2 പൗണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇവർ ഉണ്ടാക്കുന്ന വൈൻ കണ്ടോ, അടിപൊളി വൈൻ ഇവർ തന്നെ ഉണ്ടാക്കുന്ന. ഇതിൻ്റെ വില 7.9. ഇത് റിയലായിട്ട് ഇവർ തന്നെ ഇവരുടെ ഹോം മെയ്ഡ് പോലെ ഒരു സാധനം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വൈനും അതുപോലുള്ള സാധനമൊക്കെ. ഇത് കണ്ടോ, ഇത് ഇവരുടെ അടുക്ക് മാത്രമേ ഉള്ളൂ. ഈ സാധനം വേറെ പുറത്ത് കിട്ടത്തില്ല ഇത് മേടിക്കാൻ. ഇത് ഓർഗാനിക് ഐറ്റംസാണ്. ഇരിക്കുന്ന കണ്ടോ, ഇത് വിസ്കിയാണ്. സ്കോച്ച് വിസ്കി 15 പൗണ്ട് 3 എണ്ണത്തിന്. ഇതൊക്കെ ഒരു സാമ്പിൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വോഡ്ക്കയുണ്ട്. വോഡ്ക്കയൊക്കെ ഇരിക്കുന്നുണ്ട് 15 ഉണ്ട്. അങ്ങനെയൊക്കെ. ഇത് വിസ്കിയാണ്. റമ്മാണ് കേട്ടോ. റമ്മിന് 35 പൗണ്ട്. അടിച്ച് പിരിഞ്ചിരിക്കാം ഇതടിച്ച് കഴിഞ്ഞാൽ. കണ്ടോ, നല്ല റമ്മ്. അതുപോലെ ഇരിക്കുന്ന വോഡ്ക്ക, അതുപോലെ വൈറ്റ് റമ്മ്. ഒരെണ്ണം മേടിക്കുക, അടിക്കുക, മറിയുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഫിഷിൻ്റെ എല്ലാം അറിയാം കേട്ടോ. ഇത് ഫിഷിൻ്റെ ഇവിടെ ഫിഷും കിട്ടും മേടിക്കാനും, അതുപോലെ കാണുകയും ചെയ്യാം. ഇത് കണ്ടോ, വലിയ വലിയ ഫിഷ് കിടക്കുന്നുണ്ടോ.
ഒരു താമരക്കുളത്തിൽ ഫിഷുകൾ കിടക്കുന്ന മറിയുന്നുണ്ടോ, വലിയ ഫിഷുകൾ, ഫിഷ് പോണ്ടാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല നല്ല വലിയ വലിയ വിലയുള്ള ഫിഷുകളാണ്. പുറത്തിന് 400 പൗണ്ട് 300 പൗണ്ടിൻ്റെ ടൈപ്പ് ഫിഷുണ്ട് അതിൻ്റെ അകത്ത്. മേടിച്ച് ചുമ്മാ കുളത്തിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിടാം, കണ്ടുകൊണ്ടിരിക്കാം. കറി വെച്ച് കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അടിപൊളി ഫിഷുണ്ട്. പിന്നെ ഇതെല്ലാം ഫിഷിൻ്റെ ഇതാണ്. ഇതിൻ്റെ അകത്ത് നിറച്ച ഫിഷുകൾ ഇങ്ങനെ കിടക്കുക. മേടിക്കുന്നതാണ്, നമുക്ക് മേടിക്കാം. ഇത് 3 എണ്ണത്തിന് 10 പൗണ്ട് അങ്ങനെയൊക്കെ. ഇതാണ്ടോ നാട്ടിലത്തെ വരാലും പാർപ്പും ഇരിക്കുന്നു. 5 പൗണ്ട് ഒരെണ്ണത്തിന് ഇങ്ങനെ ഇരിക്കുക. കണ്ട മീനുകൾ എത്രയാണ്? 4, 5, 6 each. 4 എണ്ണത്തിന് 20 പൗണ്ട്. അത് നല്ല. ഇതെല്ലാം കോൾഡ് ഫിഷാണ്. ടാങ്കിനകത്തുനിന്ന് മേടിക്കുക, ഇടുക. നമ്മുടെ നാട്ടിലത്തെ മീനും പാർപ്പും കൂടെ നിൽക്കുന്ന പോലെ ഇരിക്കുന്നു. ഈ വരാലും പാർപ്പും ഒക്കെ നിൽക്കുന്ന പോലെ കുട്ടനാട്ടിലൊക്കെ. അങ്ങനെ ഇതെല്ലാം മീനുകളാണ്. എന്തേരം മീനാണെന്നറിയോ? പല വെറൈറ്റിയുള്ള പല കളറുള്ള മീനുകളാണ്. കോൾഡ് ഫിഷും ട്രോപ്പിക്കൽ ഫിഷും അങ്ങനെ എല്ലാം ഉണ്ട്. ഇതുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലമുണ്ട് മീനിൻ്റെ. അതിപ്പം വരാം അങ്ങോട്ട്. ഇത് വേറൊരു സംഭവം. പാമ്പ്, 8 കാലി, പാറ്റ അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ സാധനം. അതുപോലെ പല്ലി, എലി, ഇതിനെയൊക്കെ നാട്ടിലോട്ട് ചെന്ന് ഇഷ്ടം പോലെയാണ്. ഇവിടെ കൂടിൻ്റെ അകത്തിട്ട് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. നാട്ടിലാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടും. എൻ്റെ പൊന്നെ. അടുത്ത് തത്ത, കിളികൾ, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ കിളികളുണ്ട് കേട്ടോ. കുഞ്ഞു കിളി, വലിയ കിളി. ആണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ തത്ത പോലത്തെ ഒരു തത്ത. ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. ആണ്ടൊരു ഗജകീരൻ തത്ത ഇരിക്കുന്നു, വലിയ ഒരെണ്ണം. അവൻ്റെ കൂടും എനിക്ക് ഇഷ്ടപ്പെടും, വലിയൊരു കൂടും. ഒക്കെ ഇവിടെ വന്നിട്ട് കിളിയെ മേടിക്കാൻ, കൂടും മേടിക്കാൻ കിട്ടും. ഞാനിപ്പം കൂടിൻ്റെ കാണിക്കാൻ പുറത്തിരിപ്പുണ്ട്. അതേ ഇരിക്കുന്നു കൂടുകളുണ്ടോ, എന്നാ രസമാണ് നോക്കിയാൽ. കൂടുകൾ മേടിക്കുക, കിളീനെ പിടിച്ചുകൊണ്ട് പോവുക, വളർത്തുക. കൂടിനൊന്നും വലിയ വിലയൊന്നുമില്ല, ചെറുതിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഇതിനെത്ര? ഇത് 239 പൗണ്ട്. അത് ഇച്ചിരി കൂടുതലാണ്, പക്ഷേ അത് വലിയതല്ലേ. പക്ഷെ അടിപൊളി സംഭവം. ടയറും ഒക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ. വീലയിൽ അതങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് പുറത്ത് വെക്കാം, ഉരുട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ റൂമിൻ്റെ അകത്തും വെക്കാം. രാത്രിയാകുമ്പം പകൽ വെട്ടമുണ്ടെങ്കിൽ പുറത്ത് വെക്കാം. പക്ഷേ ഇതിനൊക്കെ എന്ന് വെച്ചാൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ തണുക്കുമായിരിക്കും. പണ്ട് എനിക്കൊരു കിളി ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു കിളീനെ. പക്ഷേ ആ കിളീനെ വളർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു തത്തനെ ഞാൻ മേടിച്ച് വളർത്തി കഴിയുമ്പോൾ ദേഹത്തെല്ലാം ചൊറിയാൻ തുടങ്ങി. GP എടുക്കാൻ ചെന്നപ്പോൾ GP പറഞ്ഞു പെറ്റ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം പെറ്റുണ്ടെന്ന് പറഞ്ഞു. തത്തയെന്ന് പറഞ്ഞാൽ അതാന്ന് പറഞ്ഞു. അന്നേരം രാത്രി ഞാൻ തത്തനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുത്തൊരാൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ്. ഇരിക്കുന്നുണ്ടോ മീനുകൾ? വീണ്ടും മീനിൻ്റെ അടുക്കലോട്ട് വന്നു നമ്മൾ. ഇതെല്ലാം ടാങ്കിൽ ഇങ്ങനെ കിടക്കുക മീൻ. ഇതെല്ലാം കോൾഡ് ഫിഷാണ്. കോൾഡ് ഫിഷിൻ്റെ സ്ഥലമാണ്. വേണ്ട 7 പൗണ്ട് ഒരെണ്ണത്തിന്. 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 2 എണ്ണം മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 എണ്ണം മേടിച്ചാൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ഇതെല്ലാം ഫിഷുകളാണ്. അപ്പോൾ ഇങ്ങോട്ട് ഈ പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഗാർഡൻ കാണിക്കാം, ഗാർഡൻ സെൻറ്റർ കാണിക്കാം, പൂക്കൾ കാണിക്കാം, പിന്നെ അത്യാവശ്യം ബേഡ്സിനെ കാണിക്കാം, പിന്നെ ഇത് ഫിഷിനെ എല്ലാം കാണിക്കാം, ഐസ്ക്രീം കഴിക്കാം, ഫുഡ് കഴിക്കാം. ഇതിന് ഒരെണ്ണത്തിന് 95 ഉണ്ട് കേട്ടോ, വലിയ ടൈപ്പ് ഫിഷാണ്. അപ്പോൾ അങ്ങനെ പിള്ളേർക്കും ഒരു രസമാവും, നിങ്ങൾക്കും ഒരു ഔട്ടിംഗ് ആവും. ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നും ഫുഡ് കഴിക്കാം. അങ്ങനെ ഒരു ദിവസം ചില്ലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്.
അപ്പം നിങ്ങളെല്ലാവരും ഇവിടെയൊക്കെ വന്നിട്ട് വരിക, കാണുക. ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. ഇതിന് 10 പൗണ്ട് ഒരെണ്ണത്തിന്. ഇതേണ്ട വേറൊരു വലിയ ഫിഷ്. ഈ നാട്ടിലെ പരലും മുതുവല്ലാക്കളി എന്ന് പറഞ്ഞ ഓർമ്മയില്ല, അതുപോലെ ഇരിക്കുന്നു. 36 പൗണ്ട് ഉണ്ടോ, അവൻ്റെ ഷേപ്പും ഉണ്ടോ. അതെനിക്ക് ഇതൊക്കെ ട്രോഫിക്കപ്പോൾ ഇതാട്ടോ. ഇതിന് ചൂട് വേണം ജീവിക്കണമെങ്കിൽ. അപ്പം ഇതിനിച്ചിരി കൂടെ പൈസ കൂടും. കോൾഡ് ഫിഷിന് എപ്പോഴും വില കുറവായിരിക്കും. അപ്പം ഈ ട്രോപ്പിക്കൽ ഫിഷിന് കൂടുതൽ വിലയാണ്, കുറച്ചുകൂടെ വില കൂടും. ഇതുണ്ട്, രസമുണ്ട്. കരിമീൻ പോലെ ഇരിക്കുന്നു, നാട്ടിൽ പള്ളത്തിയൊക്കെ പോലെ ഇരിക്കുന്ന മീൻ. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല കേട്ടോ. രസമുണ്ട് കാണാൻ. എനിക്ക് മീനെയൊക്കെ ഇഷ്ടമാണ്. കണ്ടോ, ചൂണ്ടയിട്ട് പിടിക്കാൻ കൊള്ളാം. കാണാനും നല്ല, ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഫിഷ് ടാങ്കും കിട്ടും മേടിക്കാൻ. പല മോഡലിലുള്ള ഫിഷ് ടാങ്കുണ്ട്. ഒരു 85 പൗണ്ട് തൊട്ട് മേലോട്ട് ഉണ്ട് പല മോഡലുള്ള. ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു 187 പൗണ്ട് വലിയ ടാങ്ക്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡിന് 10-30 പൗണ്ട് അതും കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടാനുള്ള ഓരോ സാധനമുണ്ട്. അത് 2 പൗണ്ട്, 5 പൗണ്ട്, 10 പൗണ്ട്, അങ്ങനെ പല ടൈപ്പ്. അകത്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള UK യിലും യൂറോപ്പിലും അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളിടുന്ന വീഡിയോകൾ കാണുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.